പക്ഷെ നിങ്ങളുടെ ഒരു തീരാവേദനയായിരിക്കും ഞാൻ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ആ തരത്തിലുള്ളതാണ് വളരെ. പക്ഷേ ഇതൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കണം ഇവർ അവസാനമാകുമ്പോൾ ഇവളെ ഒറ്റപ്പെടുത്തിയത്. 3 ആഴ്ച വീട്ടിൽ നിൽക്കും ഇവൾ ഒറ്റക്കവിടെ. പക്ഷെ എന്നിട്ടും എൻ്റെ മോനെ വിളിച്ചിട്ട് ഇവൾ പറഞ്ഞില്ല. കാരണം മോൻ പറഞ്ഞതാ ഇവളുടെ അടുത്ത്, അവൻ ഫ്രോഡാണ്, ശ്രുതിന് പോകണ്ട. മകൾ എന്നോട് പറഞ്ഞത് അടിക്കാറുണ്ട്, കടിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഇവളെ തലയണ വെച്ച് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. മുഖത്ത് തലയണ അമർത്തിയിട്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. 3 കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് പോലീസിനുള്ള കുറിപ്പായിരുന്നു, പിന്നൊന്ന് നിങ്ങൾക്കുള്ള കുറിപ്പായിരുന്നു, പിന്നൊന്ന് ഈ ഭർത്താവായ കണ്ണൂർ ചുഴലി സ്വദേശിയായിട്ടുള്ള അനീഷിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കുറിപ്പായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനുഷ്യനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു ക്രൂരതയാണ് ആ സഹോദരിയോട് കാണിച്ചിട്ടുള്ളത്. ഇത് അടുക്കളയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഭർത്താവായ അനീഷിന്റെ കൈ മുറിഞ്ഞാൽ പോലും അതിനടി ഇതൊക്കെ ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, അമ്മ കൃത്യമായിട്ട് മരുന്ന് ഉറ്റിക്കണേ, ഭക്ഷണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇടിക്കെന്ന് വെച്ച് ഇവളുടെ നിലവിളിയും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ അനിയേട്ടൻ ഇടിച്ചതാണെന്ന് പറഞ്ഞു. അനീഷ് ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ, എവിടെയെങ്കിലും വെച്ചിട്ട് ഈ വേദന, ഇവരുടെ വികാരം അനീഷ് അറിയുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുക. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ഇത്തരം സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷണം ഇവിടെ നിർത്തുകയല്ല വേണ്ടത്, അത് ശക്തിപ്പെടുകയാണ് വേണ്ടത്. എന്താണ് അവരെ ഈ തരത്തിൽ പിന്തിരിപ്പിക്കാൻ ഇടയാക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി നോക്കുമെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു തീരാവേദനയായിരിക്കും. ഞാൻ അത്രക്കും ലോൺലിനെസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അധ്യാപകനും എഴുത്തുകാരനും അതിലുപരി പൊതുരംഗത്ത് തൻ്റേതായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനാരായണൻ സാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയുണ്ട്, അവർ അധ്യാപികയും കൂടിയാണ്. ഇവരുടെ മകളായിട്ടുള്ള ശ്രുതി ബംഗളൂരുവിൽ വെച്ചിട്ട് ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ഈ വിഷയം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കഥകളായിരുന്നു ഇവർക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. വലിയ ക്രൂരതകൾക്കാണ് ഇവരുടെ മകൾ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു തവണ ഇവർ തന്നെ അവളോട് പറഞ്ഞ് ഡിവോഴ്സിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പല കാരണങ്ങളിലായിട്ട് അത് തടസ്സപ്പെട്ടതായിരുന്നു. കാരണം അവരൊത്തുപോകുമെന്നുള്ള സാഹചര്യം കൊണ്ട് ഇവർ നിശബ്ദരായി നിന്നതാണ്. പക്ഷെ അവസാനം അതൊരു ആത്മഹത്യയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണെന്ന് പറയാനുള്ള കാരണം, കടിക്കുക, മാനസികമായി ഉപദ്രവിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സഹോദരിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ശ്രുതി എന്ന് പറയുന്നത് റോയിട്ടേഴ്സ് എന്ന അന്താരാഷ്ട്ര മാധ്യമ ഏജൻസിയുടെ സബ് എഡിറ്ററാണ്. അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു സഹോദരിയാണ്, അല്ലെങ്കിൽ ഇവരുടെ മകളാണ് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത്. ആ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സാമൂഹികപരമായിട്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തുകയും തൻ്റേതായിട്ടുള്ള എഴുത്തുകളിലൂടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ശ്രുതി. ആ ശ്രുതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അമ്മേ, ഇവർ ശാരീരികമായും മാനസികമായിട്ടും ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് രീതിയിലാണ്, എന്താണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്? മകൾ എന്നോട് പറഞ്ഞത് അടിക്കാറുണ്ട്, കടിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഇവളെ തലയണ വെച്ച് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. കട്ടിലിൽ മറച്ചിട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. തലയണ അമർത്തിയിട്ട്, മുഖത്ത് തലയണ അമർത്തിയിട്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. നിലവിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അയാൾ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അവസാനമാകുമ്പോഴേക്കും ഇവളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. കാരണം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തുക, ഞങ്ങളോട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല അവന്. ഞങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ആദ്യം അരമണിക്കൂറാണെങ്കിൽ അവസാനം 1 മിനിറ്റാക്കി ചുരുക്കി. ഞങ്ങൾ കുറേ പ്രാവശ്യം ഡൈവേഴ്സിന് വേണ്ടി അവളോട് പറഞ്ഞതാണ്. പക്ഷേ അവനോടുള്ള അമിതമായ സ്നേഹം, അത്രയ്ക്കും അവനെ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അവൻ അതിൽ നിന്ന് മുതലെടുത്തു.
അതിൽ നിന്ന് മുതലെടുത്തു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ, അവരുടെ ശമ്പളം തരുന്നുണ്ടോ എന്നില്ല. ഞങ്ങൾക്ക് നല്ല പെൻഷൻ ഉണ്ട് 2 പേർക്കും, അതിൻ്റെ ഒരാവശ്യമില്ല. പിന്നെ ഏട്ടനെ കൊടുക്കുക, ഏട്ടൻ അവൾ 10 പൈസയും കൊടുക്കാറില്ല. അപ്പോൾ അവൻ ആ സംശയം, അതുകൊണ്ട് അവരുടെ സാലറി പിന്നെ കമ്പനിയിൽ നിന്ന് ഇവരുടെ റോയിറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന സാലറിയുടെ 6 മാസത്തെ ഇത് കാണിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതും ഇവൾക്കുള്ള ആ ശമ്പളത്തിൻ്റെ കംപ്ലീറ്റ് എല്ലാം കാണിച്ചിരുന്നു അവരെ. കൂടാതെ ഇവൾ വാങ്ങിച്ച കാറ് 3 ദിവസം സംസാരിക്കാതെ ഇരുന്നിട്ട് ആ കാറ് അവൻ്റെ പേരിലേക്കാക്കി. അതിൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത അവൾ തന്നെയാണ്. ആ കാറിപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇങ്ങനെ പലതരത്തിലും പീഡിപ്പിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് അവളെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് ഇവളെ ഒറ്റക്ക് നിർത്തിയിട്ട് ഇവൻ 3 ആഴ്ച 4 ആഴ്ച വീട്ടിൽ നിൽക്കും. ആ ഒറ്റക്ക് തന്നെയാണ് എൻ്റെ മകൾ അവിടെ കഴിച്ചു കൂട്ടി എന്ന് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പം അവസാനമാണ് അതറിയുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോൺലിനെസ് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇനി ജീവിക്കണം എന്നില്ല എന്നും എഴുതിയിട്ടുണ്ട്. അതിലെ കുറിപ്പ് 3 കുറിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുറിപ്പുകളുണ്ട്. അതിലൊന്ന് അവനുള്ളത്, എന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ ടോർച്ചർ ചെയ്തതുപോലെ ഒരിക്കലും അതിനെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മൂകയോ ബധിരയോ അനാഥയോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു രോദനം അത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം സ്വന്തം മകളെ നിരന്തരം ഉപദ്രവിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത് അവസാനം അവൾ ആത്മഹത്യയിലേക്ക് എത്തിച്ച ഒരാളോട് തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ആ ഒരു വികാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ആ ഒരു വേദനയാണ് ഇവരിവിടെ പ്രകടമാക്കുന്നുള്ളത്. 3 കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് പോലീസിനുള്ള കുറിപ്പായിരുന്നു, പിന്നൊന്ന് നിങ്ങൾക്കുള്ള കുറിപ്പായിരുന്നു, പിന്നൊന്ന് ഈ ഭർത്താവായ കണ്ണൂർ ചുഴലി സ്വദേശിയായിട്ടുള്ള അനീഷിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കുറിപ്പായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനുഷ്യനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവളൊരു പ്രാവശ്യം ഫ്ലാറ്റ് പുതിയ ഫ്ലാറ്റിലേക്ക് മാറി, അതിന് അഡ്വാൻസും കൊടുത്ത് അങ്ങോട്ട് മാറി. എൻ്റെ മകൻ്റെ വീട്ടിലായിരുന്നു 3 ആഴ്ചക്കാലം താമസിച്ചത്. ആ ഇടയിൽ ഇവൻ വന്നു കൂട്ടിക്കൊണ്ടുപോകാൻ. മാറിയിട്ട് പോലും ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. പിന്നെ അവൻ വിളിച്ചപ്പം ഇവള് പോയി. ആദ്യം എൻ്റെ മകൻ വിട്ടില്ല, രണ്ടാമത് ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു. അവൾ പിന്നെ ബാഗും തൂക്കിയിട്ട് അവൻ്റെ കൂടെ പോയി. പിന്നെ എൻ്റെ മകനൊന്നും പറഞ്ഞില്ല. കാരണം ആദ്യം ഡിവേഴ്സിൻ്റെ ആ ഘട്ടം വന്നപ്പോഴാണ് ഇവൾ വീണ്ടും അവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം അതിലെന്തോ ഒരു ഉദ്ദേശം അവനുണ്ട്. പിന്നെ ഇവിടെ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പിന്നെ രണ്ടാമത് ആദ്യം കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ മോൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ഇവൾ ഫ്ലാറ്റ് മാറാനും ഉള്ള ഒരു കാരണം, ഒരു ദിവസം ഇവൻ വൈൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. വലിയ ബാരലിൽ വൈൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞത്. അവർ കണ്ടപ്പം അത് കലർത്തിയിട്ട് ഇവൻ രാവിലെ ആകുമ്പം തീരെ ലഹരി കെട്ട് മത്ത് പിടിച്ചങ്ങനെ കിടക്കുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൻ്റെ പിന്നെ ക്യാമറയിൽ പിന്നെ ഇവൻ്റെ ഫോട്ടോ പകർത്തി അത് കണ്ടിട്ട് ഇവൻ ഓടിപ്പോയി ഇവളുടെ മൊബൈൽ പിടിച്ച് വാങ്ങി വലിച്ചെറിഞ്ഞു. ഇവളെ കട്ടിൽ കടത്തിയിട്ട് പിന്നെ കമിഴ്ത്തി കടത്തിയിട്ട് കൊണ്ട് അമർത്തി കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഇവളെങ്ങനെയോ ഫ്ലാറ്റിലവരെല്ലാം ആ ഭാഗത്തുള്ളവരെല്ലാം കൂടി ഇവളെങ്ങനെയോ ജനൽ തുറന്ന് അവരുടെ കെയർ ടേക്കറുടെ ഫോൺ വാങ്ങിച്ച് എൻ്റെ മകനെ വിളിച്ചു. അങ്ങനെ മകനും മരുമകളും പോകുമ്പോൾ കണ്ട കാഴ്ച, ഇവൻ ഒരു മതോന്മത്തനായിട്ട് മാഷയും എന്നെയൊക്കെ അവിടെ ചീത്ത പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. വല്ലാത്ത വൃത്തികെട്ട ഭാഷയിലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ എൻ്റെ മകൻ. അതുകൂടാതെ ഇവർ നോക്കിയപ്പം ഒരു ഭാഗത്ത് വൈനുണ്ട്, അതിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2017 കല്യാണം കഴിഞ്ഞത്. 2017 സെപ്റ്റംബർ 2 ഏകദേശം 4 വർഷം കഴിഞ്ഞു. അത് മുതൽ ഇത് ഉണ്ടെന്നാണ് ഇത്തരത്തിലുള്ളത് അപ്പോഴേ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ഉദ്ദേശം അവൻ്റെ അച്ഛൻ്റെ എല്ലാവിധ ഒത്താശകളും ഇതിനുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററാണ് അച്ഛൻ, അമ്മയും റിട്ടയേർഡ് ഹൈസ്കൂൾ ടീച്ചറാണ്. പിന്നെ സഹോദരി ഭർത്താവും 2 പേരും ടീച്ചേഴ്സാണ്. ഞങ്ങളും ടീച്ചേഴ്സാണ്, ഫാമിലിയും അധ്യാപക കുടുംബമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വരുമ്പോൾ ഒരു മാതൃകാ കുടുംബമായിരിക്കും, മാതൃകാ കുടുംബത്തിലെ സന്തതിയായിരിക്കും എന്നാണ് വിചാരിച്ചു പോയത്. പക്ഷേ അത് വലിയൊരു അബദ്ധമായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നു. പലതും പറയുന്നത് അവനെപ്പറ്റി പലതും ഇപ്പോഴാണ് പറയുന്നത്. അവനൊരു ഇപ്പോഴാണ് ഡ്രഗ് അഡിക്റ്റ് ആണ് അവൻ, പിന്നെ മദ്യം കഴിക്കുന്നവനായിരുന്നു, അടിപിടി കൂടുന്നവനായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഓരോ വിവരങ്ങൾ ഓരോരുത്തർ തരുന്നുണ്ട്. ഈ മകൾ ശ്രുതി നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു? നല്ലതാണ്. കാരണം ഞാനൊരു അമ്മയും മകളും അല്ല, ശരിക്കും ഒരു ഫ്രണ്ടാണ്.
എല്ലാം എന്നോട് തുറന്നു പറയാത്ത, അച്ഛനോട് പിന്നെ അധികം പറഞ്ഞില്ലെങ്കിൽ എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയും. ഇത് പക്ഷേ ചിലതൊന്നും എന്നോട്, കാരണം ഇത് കേട്ടിട്ട് ഞങ്ങൾ വയസ്സായില്ലേ, ടെൻഷൻ അടിക്കണ്ട, എന്നോട് പറയാറുണ്ട് അമ്മ ടെൻഷൻ അടിക്കണ്ടമ്മ, അതൊന്നും ആവൂലമ്മ. ഞാൻ പറയാറുണ്ട് നീ ശ്രദ്ധിക്കണം മോളെ, അവനിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീ അത് ശ്രദ്ധിക്കണം. രാത്രി ചിലപ്പോൾ നിനക്ക് ഉറക്കം വരാറില്ല, എന്തെങ്കിലും ഇവൻ കലർത്തി കൊടുത്തേക്കും ഇവർക്ക് എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അവൾ പറയും അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മ പേടിക്കണ്ട, എനക്കെന്താ അത്രക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ അതിനുണ്ടല്ലോ, ഏത് ക്ഷമക്കും ഒരു അതിരുണ്ടല്ലോ. അവൾ എല്ലാ ശേഷിയും കെട്ടുപോയി. ഈ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങൾ എന്നെ, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക്. പക്ഷെ നിങ്ങളുടെ ഒരു തീരാവേദനയായിരിക്കും ഞാൻ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ആ തരത്തിലുള്ളതാണ് വളരെ. പക്ഷേ ഇതൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കണം ഇവർ അവസാനമാകുമ്പോൾ ഇവളെ ഒറ്റപ്പെടുത്തിയത്. 3 ആഴ്ച വീട്ടിൽ നിൽക്കും ഇവൾ ഒറ്റക്കവിടെ. പക്ഷെ എന്നിട്ടും എൻ്റെ മോനെ വിളിച്ചിട്ട് ഇവൾ പറഞ്ഞില്ല. കാരണം മോൻ പറഞ്ഞതാ ഇവളുടെ അടുത്ത്, അവൻ ഫ്രോഡാണ്, ശ്രുതിന് പോകണ്ട, നിനക്ക് വേറെ താമസിക്കുന്ന ഡിവേഴ്സ് ആക്കാം, വേണ്ടാന്നൊക്കെ ഞങ്ങളും പറഞ്ഞതാ. അവളും പിന്നെ എൻ്റെ മോനും പറഞ്ഞു. പക്ഷെ അത് കേൾക്കാണ്ടാണ് ഇവൻ വന്ന് വിളിച്ചപ്പം ഇവൾ ഇനിയെങ്കിലും ഇവൻ്റെ ഈ സ്നേഹാഭിനയത്തിൻ്റെ മുമ്പിൽ, സ്നേഹമല്ല, ആത്മാർത്ഥമായ സ്നേഹമല്ല, സ്നേഹാഭിനയത്തിൻ്റെ മുമ്പിൽ അപ്പോൾ ഈ 3 ആഴ്ച വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവൻ വീട്ടിൽ നിന്നിട്ട് തീരുമാനിച്ചു ഇവളെ ഒറ്റപ്പെടുത്തുക. കാരണം ഇവള് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വർത്തമാനം പറയാണ്ട്, അവൾ പൊതുവെ എല്ലാവരുമായിട്ടും വളരെ മിങ്കിൾ ചെയ്യുന്ന കുട്ടിയാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും ശ്രുതിക്ക് എന്ത് പറ്റി, എൻ്റെ റിലേറ്റീവ്സ് പറയുന്നുണ്ട് ശ്രുതി എന്താ ഇപ്പോൾ ഒന്നും മെസ്സേജ് അയക്കാത്തത്, പണ്ടത്തെ പോലെയല്ലല്ലോ. കാരണം അതിനുള്ള അനുവാദം കൊടുക്കാറ് ഇവളെ ഒറ്റപ്പെടുത്തുക, എല്ലാവരോടും സംസാരിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അങ്ങ് വില പേശൂലേ, അന്ന് ഇവൾക്ക് അടിയാണ്. അതെന്നോട് ഇവള് പറഞ്ഞിട്ടുണ്ട്, അമ്മ അന്ന് പോലും എനിക്കടിയാണ്, എല്ലാത്തിനും ഇവളെയാണ് ശിക്ഷിക്കുന്നത്. അതായത് അടുക്കളയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഭർത്താവായ അനീഷിന്റെ കൈ മുറിഞ്ഞാൽ പോലും അതിനടി ഭാര്യയായിട്ട് ശ്രദ്ധിക്കാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്തൊരു അവസ്ഥയാണിത്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ വികാരമുണ്ടല്ലോ, ആ വികാരം അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അനീഷിനോ അനീഷിൻ്റെ കുടുംബത്തിലോ ഇത് സംഭവിക്കേണ്ടതുണ്ട്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷേ ഇപ്പോഴും അനീഷ് ഒളിവിലാണ്. ഇതുവരെയായിട്ടും അനീഷ് പോലീസിന് മുന്നിലെത്തിയിട്ടില്ല. നിരപരാധിയാണെങ്കിൽ അനീഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിന് മുമ്പിൽ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഹാജരാവേണ്ടതല്ലേ? അല്ലെങ്കിൽ വീട്ടുകാർ നല്ലവരാണെങ്കിൽ വീട്ടുകാർ അവനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? അവിടെ വീട്ടുകാർ നല്ലവരാണെങ്കിൽ, ഈ അച്ഛനൊക്കെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ റിട്ടയർ ചെയ്ത നല്ലൊരു മനുഷ്യനാണെന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ഇവനെ കൊണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് വേണ്ടത്. അത് മാത്രമല്ല, ഇപ്പോഴും ഈ അമ്മ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണിന് വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ നിരന്തരം അമ്മയെ വിളിച്ചിട്ട് പറയുമായിരുന്നു. കാരണം അമ്മ വിളിക്കുന്നതിനിടയിൽ ഇടിക്കുന്ന ശബ്ദം അടക്കം ഞാൻ കേട്ടിട്ടുണ്ട്, ഇടിക്കുന്ന സൗണ്ട്. ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിൽ എൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഇവളെ എന്നെ വിളിച്ച് ചോദിച്ചു, അമ്മ കൃത്യമായിട്ട് മരുന്ന് ഉറ്റിക്കണേ, ഭക്ഷണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇടിക്കുന്ന വെച്ച് ഇവളുടെ നിലവിളിയും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ അനിയേട്ടൻ ഇടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഒച്ച കേൾക്കാം, നിങ്ങൾ അച്ഛനും അമ്മയോട് വർത്താനം പറയാനാണോ ഇവിടെ? സ്വന്തം അച്ഛനും അമ്മേനെ അല്ല, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ. അപ്പം ഞാൻ ഇവനോട് പറയുകയും ചെയ്തു, നിനക്ക് കല്യാണം കഴിച്ച് തന്നതേ ഉള്ളൂ, നിനക്ക് ഞാൻ വിറ്റിട്ടില്ല, അവളെ വിറ്റിട്ടില്ല. അപ്പം എൻ്റെ മോനും പറഞ്ഞു, നിനക്ക് പിന്നെ അവിടെ തീരെഴുതി തന്നിട്ടൊന്നുമില്ല, എൻ്റെ മോനും പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ അവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മകൻ, ഇങ്ങനെ വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വിളിക്കുന്ന നമ്മൾ ഓരോ വാക്കുകൾ, ആ വാക്ക് ഞാൻ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. അത്രക്കും വൃത്തികെട്ട ഇതിലാണ് ഇവളെ വിളിക്കുന്നത്. അതെല്ലാം ഇവള് ആ അച്ഛൻ്റെ മുമ്പ് നിന്നാണ് ഇവിടുന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ അച്ഛൻ്റെ മുമ്പ് നിന്നാണ് പറഞ്ഞത്, എന്നതാ ഈ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ റോയിട്ടേഴ്സിൻ്റെ സബ് എഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ഒരു സഹോദരി ആയിട്ട് പോലും, ഒരുപക്ഷെ സമൂഹത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളായിട്ട് പോലും, ഈ 4 വർഷമോ 4 വർഷം കഴിഞ്ഞ ശേഷമോ ഈ പറയുന്ന ആളെ അംഗീകരിച്ച് മുന്നോട്ട് പോയത് അയാളോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവാണ് എന്നുള്ള ഒരു ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അനീഷ് ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ, എവിടെയെങ്കിലും വെച്ചിട്ട് ഈ വേദന, ഇവരുടെ വികാരം അനീഷ് അറിയുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുക. കാരണം എനിക്ക് ഇവർ ഈ സംഭവം പറയുമ്പോൾ എൻ്റെ ഒരു സഹോദരിയായിട്ടാണ് ശ്രുതിയെ തോന്നിയിട്ടുള്ളത്. കാരണം അത്രക്കും ക്രൂരമായ രീതിയിൽ, മൃഗീയമായ രീതിയിൽ, മാനസികമായും അല്ലാതെയും ഈ പറയുന്ന അനീഷ് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് FIR ഇട്ട് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, ഇത് നീണ്ടു പോകുമ്പോൾ
അതിൽ വല്ലാണ്ട് നമുക്ക് വേദനയിൽ കറങ്ങി തിരിച്ചു പോയിട്ട് പറഞ്ഞു അത്രേ. വളരെ പുറത്ത് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ളൊരു വർത്തമാനം കേട്ടു. അവർക്ക് വലിയ സ്വാധീനമുണ്ട്, സമ്മർദ്ദമുണ്ട്, സാമ്പത്തിക പ്രലോഭനം ഞങ്ങളുടെ നേരെ ഉണ്ടായി എന്ന് പറഞ്ഞു പോലും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ഇത്തരം സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷണം ഇവിടെ നിർത്തുകയല്ല വേണ്ടത്, അത് ശക്തിപ്പെടുകയാണ് വേണ്ടത്. എന്താണ് അവരെ ഈ തരത്തിൽ പിന്തിരിപ്പിക്കാൻ ഇടയാക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ചെയ്യാവുന്നത് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുക, ഒട്ടും വൈകാതെ. അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്തും അറ്റാച്ച് ചെയ്യാൻ ഇത് ചെയ്യുക. അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയും പോയിട്ട് ഈ തരത്തിൽ ചെയ്യുക. ഇതിൻ്റെ നടപടികൾക്ക് വൈകിക്കൂടാ. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം പോലെയുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഈ പറയുന്ന അനീഷിൻ്റെ സ്വദേശമായിട്ടുള്ള തളിപ്പറമ്പ് ചുഴലി ഭാഗത്തേക്ക് കർണാടക പോലീസ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട്. അവർ തിരിച്ചുപോയി. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ എത്തിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിക്കുന്ന സമയത്ത് തന്നെ ഈ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് പഠിക്കുന്ന സമയത്ത് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിയെ അത് കണ്ടപ്പോൾ അതിനെ പറ്റി ഒരു സ്റ്റോറി, അതായത് സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 കേട്ടോ. 2005 ഒരു വൈകല്യമുള്ള കുട്ടിയുടെ ഒരു സ്റ്റോറി അടക്കം വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിൽ, അതായത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഗോപിയെക്കുറിച്ച് ജോൺ പോൾ ചെയ്ത ഒരു ഡോക്യുമെന്ററി അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതെന്ന് ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു നല്ല മാധ്യമപ്രവർത്തക എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ ശ്രുതിയെക്കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഒരാൾ നഷ്ടപ്പെടുന്നത് അത് സമൂഹത്തിനുള്ള വലിയൊരു നഷ്ടമായിട്ട് കാണണം. കാരണം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഉപകാരമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സമൂഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു വലിയ വേദനയായിട്ട് കാണണം. ഇവർ രണ്ടുപേരുടെയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെയോ വേദനയായിട്ടല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ വേദനയായിട്ട് കാണണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവസാനമായിട്ട് എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, അവൻ ഇവളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 3 ആഴ്ച വീട്ടിൽ നിന്ന് അവർ തീരുമാനം എടുത്തിട്ട് അച്ഛനും ഉണ്ടാവും. അത് വളരെ വ്യക്തമായി ആത്മഹത്യാക്കുറിപ്പിൽ ഞാൻ ഒറ്റപ്പെടുത്തി എല്ലാ സാധനങ്ങളും ഇവൻ എടുത്ത് ഇവൻ്റെ റൂമിലേക്ക് മാറ്റി ഇവളോട് മിണ്ടാതെയായി. 3 ആഴ്ച അതിനായിരിക്കണം വീട്ടിൽ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവൾ ഒറ്റക്ക് നിൽക്കുമ്പം ചിലപ്പോൾ ഇവൻ്റെ കൂടെ ഇവൻ പറയുന്നത് പോലെ അനുസരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ചെയ്തത് ഇതാണ്. നമ്മൾക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇത് ആ ലെറ്ററിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എൻ്റെ ഏട്ടൻ്റെ മകനായി ഇന്ന് വന്ന് പറഞ്ഞ ലെറ്ററിൽ ഇന്നതൊക്കെ ഉണ്ട്. എൻ്റെ മകൻ ശരിക്കും അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ കുറിപ്പ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ പോയാൽ 2 പേർക്ക് സന്തോഷമാകും. ഒന്ന് ഇനി ഇത് അനുഭവിക്കണ്ടല്ലോ, 2 അനിയേട്ടന് ഞാൻ പോയല്ലോ, അതുകൊണ്ട് ആ സന്തോഷം അവനുണ്ടാകും. പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി നോക്കുമെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു തീരാവേദനയായിരിക്കും. ഞാൻ അത്രക്കും ലോൺലിനെസ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇന്ന് എല്ലാം നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്നത് അനീഷിനെയാണ്. അതൊന്നൊരു ചില്ലിക്കാശ് പോലും അവന് കിട്ടരുത്. പിന്നെ ഗോൾഡ് ഞാൻ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അതിൽ ലോക്കറിൻ്റെ ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നും അങ്ങോട്ട് പോകരുത്. അതെൻ്റെ ഏട്ടൻ്റെ മകൾക്കുള്ളതാണ്. ഈ അച്ഛനെ അമ്മയെ ഒരുപാട് സ്നേഹിച്ച ഒരാളായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നം ചോദിക്കുക. അച്ഛൻ്റെ ഗുളിക എനിക്ക് ഹാർട്ടിന് പണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചോദിക്കും, ആ മരുന്ന് മുടങ്ങാതെ കഴിക്കണം, തീരുമ്പോൾ വാങ്ങി വെക്കണം, അത് മുടങ്ങാതെ വേണം. അമ്മയുടെ ഷുഗറും പ്രഷറും അത് പരിശോധിക്കാനുള്ള സംവിധാനം അവൾ വാങ്ങി തന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കണം. ആരോഗ്യ പ്രശ്നം അമ്മയുടെ കാര്യങ്ങളെ പറയാറുള്ളൂ. അവൾക്ക് അവളുടെ കാര്യമില്ല. സമൂഹത്തിന് നന്മകൾ പറഞ്ഞു കൊടുത്തവരാണ്, അധ്യാപകന്മാരാണ്. സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്ത 2 പേർ. അവളും അങ്ങനെ തന്നെ. ഇവിടെ ഈ ഒപ്പുമരച്ചോട്ടിലെ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മകള്. അപ്പോൾ അത്തരം കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങൾ വിളിക്കുമ്പോഴേ ഞങ്ങളെ കാര്യം മാത്രമല്ല, ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരുടെ കാര്യം ചോദിക്കും. ആ കുട്ടിയെയാണ് ഇവൻ മിണ്ടാപ്രാണിയാക്കിയത്. ക്രൂരത തന്നെയാണ്. കാരണം നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിലൂടെ പറയാൻ പറ്റുന്നതിലും അപ്പുറം പറയണമെന്നുണ്ട്. പക്ഷേ നമുക്കതിനൊക്കെ ഒരു പരിമിതികളുണ്ട്.
ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് പറയാണ് ക്രൂരനായ ഒരു വ്യക്തിത്വം എന്നല്ലാതെ വേറൊന്നും വിശേഷിപ്പിക്കാനില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ക്യാമറമാൻ മനുഷ്യപ്പറ്റുള്ള എല്ലാവരും ഇത് സ്വന്തം കാര്യമായി കണ്ട് ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തീർച്ചയായും ഒരു അഭ്യർത്ഥനയാണ് ഈ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിലായെങ്കിലും ഒരു വലിയൊരു ക്യാമ്പയിനായിട്ട് തന്നെ കൊണ്ടുപോയിട്ട് അയാൾ അറസ്റ്റ് ചെയ്യും വരെയെങ്കിലും നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ പിന്നീടുള്ള പ്രോസസ്സാണ്. പക്ഷെ പ്രാഥമിക ഘട്ടത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടെടുത്ത ഒരു FIR ഉണ്ട്. ആ FIRലേക്ക് അയാൾ അറസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.